ആറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സ്ഥിരമായി ഒരു സൂപ്രണ്ട് ഇനി എന്ന് വരും? 3.5 വർഷമായി ഭരണം നിർവഹിക്കുന്നത് സൂപ്രണ്ട് ഇൻചാർജ്. മലപ്പുറം ജില്ലയിലെ പ്രധാന ജില്ലാ ആശുപത്രികളിൽ ഒന്നായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സ്ഥിരമായി ഒരു സൂപ്രണ്ടില്ലാത്തത്. ദിവസേന 2000-ലേറെ പേർ ചികിത്സയ്ക്കായി എത്തുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥിരമായി ഒരു സൂപ്രണ്ടില്ലാത്തത് അധികൃതരുടെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. ആശുപത്രിയുടെ ഇത്തരം വിഷയങ്ങളിൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കേണ്ട ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അലംഭാവവും നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ ഒരു അടിയന്തര ഇടപെടലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ കൂടുതലായി ആശ്രയിക്കുന്നത് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരാണ്. അതിനാൽ തന്നെ സൂപ്രണ്ട് സ്ഥിരമില്ലാത്തതും ഡോക്ടർമാരുടെ കുറവും OP ടിക്കറ്റിൽ അശാസ്ത്രീയമായി വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളും രോഗികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് വഹിക്കുന്ന ഡോക്ടർ പമീലി ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ജില്ലയിൽ കുട്ടികൾ, ഗർഭിണികൾ എന്നിവരുടെ ആരോഗ്യ ചുമതലയുള്ള ഇവർക്ക് ജില്ലാ ആശുപത്രിയിൽ സ്ഥിരമായി എത്താൻ കഴിയില്ല. മറ്റു ദിവസങ്ങളിൽ ഫോണിലൂടെയാണ് ഭരണം നടത്തുന്നത്. കാര്യക്ഷമമായി ഇടപെടേണ്ട HMC കഴിഞ്ഞ മാർച്ചിന് ശേഷം ചേർന്നിട്ടുമില്ല. ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിന്റെ 2ാം ഘട്ട നിർമ്മാണവും ഇഴയുകയാണ്. ഇതിനിടയിൽ മരുന്നുക്ഷാമവും നേരിടുന്നുണ്ട്. 300ഓളം കിടപ്പു രോഗികളുമുള്ള നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു സ്ഥിരം സൂപ്രണ്ട് അനിവാര്യമാണ്. ഇതിന് ആവശ്യമായ നടപടികൾ ജില്ലാ ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ടതാണ്. ഇത്രയും ദീർഘകാലം സ്ഥിരമായി സൂപ്രണ്ട് ഇല്ലാത്ത അവസ്ഥ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവന്റെയും ആദിവാസികളുടെയും ഇടത്തരക്കാരുടെയും ഏക ആശ്രയമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി എന്ന കാര്യം അധികൃതർ മറക്കാതിരിക്കുക. A+ വിഷൻ, നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, TMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.